Listen, mark your attendance now. Don't forget to mark your attendance. Everybody, please turn on your video. Alia, please turn on your video. Then Dion, Angel Maria TP, video on cheyana ellavarum. So, take your textbook. My school. We already learned in our previous class about our school. Which is your school? What's the name of your school, Joel Siju? Which is your school? True Light English School. Okay, True Light English School is your school. So, in our previous class, we discussed about our school. And then, here is an enrichment activity. We already done it in our previous class. The next page is a talk about page at play is your next portion. At play, page number 116. Take that page. This page. Some children are play there. They play together. So we will discuss about this page. At play. What do you mean by play? PLAY. Play. കളിക്കുക അല്ലേ? കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? കളിക്കുന്നുണ്ട് അല്ലേ? അറ്റ് പ്ലേ. അവര് കുറെ പേര് കളിക്കുകയാണ് അല്ലേ? എന്താണ്? ഔട്ട്ഡോർ പ്ലേ ഉണ്ട്, ഇൻഡോർ പ്ലേയും ഉണ്ട് അല്ലേ? വീടിന് പുറത്ത് പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് കുറെ പേര് കളിക്കുന്നുണ്ട്. പിന്നെ അറ്റ് ഹോം, അതെന്താണ്? ഇൻഡോർ പ്ലേ ആണ് അല്ലേ? There are outdoor play and indoor play. So outdoor play is, first picture is an outdoor play. They were play in a playground. So many equipments are there. അവിടെ എന്താണ്? കുറെ കുട്ടികള് കളിക്കുന്നുണ്ട് അല്ലേ? എന്താ കളിക്കുന്നവര്? കുറെ എക്യുപ്മെന്റ്സും ഉണ്ട്, പ്ലേ എക്യുപ്മെന്റ്സ് ഉണ്ട് അവിടെ അല്ലേ? കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഉപകരണങ്ങളും ഉണ്ട് അവിടെ. എന്തൊക്കെയാണ്? സ്വിങ് ഉണ്ട്, പിന്നെ സ്ലൈഡ് ഉണ്ട്. ഒരു കുട്ടി അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സ്കിപ്പിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ഹോഴ്സിന്റെ പുറത്ത് ഒരാൾ കളിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? ഔട്ട്ഡോർ എക്യുപ്മെന്റ്സ് ആണ് അല്ലേ? ഇതൊക്കെ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് കളിക്കുന്നതാണല്ലേ? കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാ കളിക്കുന്നേ? സ്ലൈഡ് ഉണ്ട് അല്ലേ? സ്ലൈഡിലേക്കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് ഇറങ്ങിയിട്ട് കളിക്കുന്നുണ്ട്. പിക്ചറിൽ കണ്ടോ? കാണുന്നുണ്ടല്ലോ. എന്താ അത്? സ്ലൈഡാണ് അല്ലേ? ഈ സ്ലൈഡില് നിങ്ങൾ ആരെങ്കിലും ഇതിൽ കയറി കളിച്ചിട്ടൊക്കെ ഉണ്ടോ? ഇങ്ങനത്തെ അതിൽ കയറിയിട്ട് കളിച്ചിട്ടില്ലേ? നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്? സ്കൂൾ ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണാനും കളിക്കാനൊന്നും പറ്റാത്തത് അല്ലേ? സോ it is an outdoor play. Some children are play together. Some of them are skipping and there is a swing and another slide and എന്തൊക്കെ ഉണ്ട് ആ പിക്ചേഴ്സില്? കുറെ കുട്ടികളുണ്ട് അല്ലേ? Some boys and some girls are there. Then വേറെ എന്തൊക്കെയാ പിക്ചേഴ്സിൽ കാണുന്നേ? എന്തൊക്കെയാ ഉള്ളത്? Andrea Alphonse, which are the things can you see in that page? എന്തൊക്കെയാ കാണുന്നേ ആൻഡ്രിയ ആ പേജില്? എന്തൊക്കെയുണ്ട് അവിടെ? പിള്ളേര് ഡോഗുണ്ട്, സ്ലൈഡുണ്ട്, ഊഞ്ഞാലുണ്ട്. Okay, fine. So some children are there and a dog and slide, swing and it's a playground. We know it is a playground. Some of the children are play together. So കുറെ പേര് പുറത്തു പോയിട്ട് കളിക്കുകയാണ് അല്ലേ? പുറത്ത് പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുന്നുണ്ട് അല്ലേ? ദെൻ തൊട്ട് താഴെ എന്താ ഉള്ളത്? താഴെ വേറൊരു പിക്ചർ ഉണ്ട് അല്ലേ? കുറെ കുട്ടികൾ കളിക്കുകയാണ്. What else we can see in that picture, Jude? What is that picture? The second picture.
Please unmute Jude. Jude Jaimon, can you hear me? Unmute ചെയ്തേ. എന്താണ് Jude? Unmute ആവുന്നില്ലേ? ഒന്ന് ചെക്ക് ചെയ്യണേ മോനെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന്. അക്ഷര, പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. എന്തൊക്കെയാ പിക്ചേഴ്സിൽ കാണുന്നേ? ഡോഗ്, ബോള്, ലൂഡോ. Okay, some children are there. They play together. There is a ball and a dog and a girl and 3 boys are there. Okay. എന്തൊക്കെ ഉണ്ട് അതില്? കുറെ കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുകയാണ് അല്ലെ? എന്താ കളിക്കുന്നവര്? എന്താ കളിക്കുന്ന മോളെ ദക്ഷിണ? ലൂഡോ. ദക്ഷിണ, എണിയും പാമ്പും ആണോ അത്? ആണോ? 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 ലുഡോ അല്ലേ അത്? ആ, അമ്മയ്ക്കൊന്നും അറിയില്ല അല്ലെ ദക്ഷിണ? ആ, അപ്പൊ എന്താണ്, കുറെ കുട്ടികൾ അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ലുഡോ കളിക്കുന്നുണ്ട് അല്ലെ? എത്ര ചിൽഡ്രൻസ് ഉണ്ട് അതില്? 4 ചിൽഡ്രൻ അല്ലെ? 4 കുട്ടികളുണ്ട് അവിടെ. ആരൊക്കെയാണ്? 3 ബോയ്സ് ആൻഡ് എ ഗേൾ അല്ലെ? 3 ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയും ഉണ്ട്. അവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ദേ പ്ലേ ടുഗദർ അല്ലെ? അവര് കളിക്കാണ്, എല്ലാരും കൂടെ ഒന്നിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ there is a dog and a ball. They play at home. First they play in a park. ആദ്യം നമ്മൾ കണ്ട പിക്ചറിൽ എന്താ ഉള്ളത്? അവര് എന്ത് ചെയ്യുന്നുണ്ട്? പാർക്കിൽ നിന്ന് കളിക്കുകയാണ് അല്ലെ? They play in a park. The next one they play at their home. So first one is an indoor play. Sorry, first one is an outdoor play. അല്ലേ? എന്താണ്? പുറത്ത് പോയിട്ടാ കളിക്കുന്നത് അല്ലേ അവര്? വീട്ടിന്റെ അകത്ത് നമ്മൾ ഈ സ്ലൈഡും സ്വിങ്ങും ഒക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടോ? ഇല്ല. മിക്കവാറും എന്താണ്, ഇതൊക്കെ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സ് ആണല്ലേ? വീടിന്റെ പുറത്താണ്. നമ്മുടെ സ്വിങ്ങും സ്ലൈഡും സീസോയും ഒക്കെ നമ്മൾ എവിടെയാ വെക്കുക? വീടിന്റെ പുറത്താണ് അല്ലേ? ഔട്ട്സൈഡിലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് outdoor play. Okay, Tanus, listen here. What are you doing there? So listen, where is your textbook? തനുസിന്റെ ബാക്കിലെ കൂടെ ഇങ്ങനെ ആരാണ് പോകുന്നത്? തനുസിന്റെ പുറകിലെ കൂടെ നടന്നു പോകുന്ന ആളെ മിസ് കണ്ടിട്ടേ ഇല്ല കേട്ടോ തനുസേ. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കയ്യിൽ പിടിച്ചു മോനെ. ഓക്കെ, then look at your textbook. Okay, എന്താണ് ഫസ്റ്റ് കണ്ട പിക്ചറിൽ എന്താ ഉള്ളത്? കുറെ പേര് കളിക്കുകയാണ്. എവിടുന്നാ കളിക്കുന്നേ? ഇൻ എ പാർക്ക്. ഒരു ഔട്ട്ഡോർ പ്ലേ ആണ് അത് അല്ലേ? പാർക്കിൽ പോയിട്ട് കളിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് പിക്ചർ എന്താണ്? വീടിന്റെ അകത്തുനിന്നാ കളിക്കുന്നത് അല്ലേ? ലുഡോ ഒക്കെ എന്താണ്? ഇൻഡോർ പ്ലേ ആണ് അല്ലേ? വീടിന്റെ അകത്തുനിന്ന് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റും. സോ ദെൻ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, ദേ പ്ലേ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ബോൾ കളിക്കുകയാണ് അല്ലേ? കയ്യിൽ ഒരു ബോളും ഉണ്ട്. എ ബോൾ ഇൻ ദ ഹാൻഡ്. സോ ദേ പ്ലേ in the playground. So first picture they play in a park. That's a park. We can see in the first picture is a park. They play together in a park. Some of girls and some boys are there. They play together with the outdoor equipments like swing, slide, seesaw, then also skipping with the rope. In first picture we can see some of children play together. അല്ലേ? കുറെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? They play together in a park. Okay.
Then next picture is an indoor play. Some boys and a girl play together a Ludo. Okay, Ludo കളിക്കാണ് അവര് 4 പേരും കൂടെ അല്ലേ, at their home. Then there is a ball and a dog is there. So the last picture, some of the children are play in a playground. Okay. Then നിങ്ങൾ ഇങ്ങനെ കളിക്കാറുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ? ഉണ്ടോ? Yes or no? Then നമ്മള് വീട്ടിന്റെ അകത്തൊന്നും ചിലപ്പോ കളിക്കാറുണ്ട്, ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പുറത്തു പോയിട്ടും കളിക്കാറുണ്ട് അല്ലേ? അതിനെ കുറിച്ചാ പറയുന്നത്. ഇൻഡോർ പ്ലേയും ഔട്ട്ഡോർ പ്ലേയും. The play is categorized into two, indoor play and outdoor play. Indoor play like Ludo, chess, ഇതൊക്കെ എന്താണ്? ഇൻഡോർ പ്ലേ ആണ് അല്ലെ? വീടിന്റെ അകത്തിരുന്ന് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ പാർക്കിലൊക്കെ പോയി കളിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഔട്ട്ഡോർ പ്ലേ. സോ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലേ. Then some of the children are playing in a park is the first picture. Some girls and some boys are there. There is also their pet dog is there. അല്ലേ? കുറെ ബോയ്സും ഗേൾസും കളിക്കുന്നുണ്ട്. അവരുടെ പെറ്റ് ഡോഗും എന്തുണ്ട് അവരുടെ കൂടെ? അവരുടെ പെറ്റ് ഡോഗും ഉണ്ട് അല്ലേ? ഡു യു ഹാവ് എ പെറ്റ്? ഹൗ മെനി ഓഫ് യു ഹാവ് എ പെറ്റ്? പെറ്റ് ഡോഗ് ഓർ പെറ്റ് ക്യാറ്റ്? എനിത്തിങ്? നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന നായയും പൂച്ചയൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഉണ്ട്. അഞ്ജിതയുടെ വീട്ടിലുണ്ട് അല്ലേ? അഞ്ജിത, എന്താ ഉള്ളത്? ഡു യു ഹാവ് എ പെറ്റ്? ഡോഗ് ഉണ്ട് അല്ലേ? എന്താ ഡോഗിന്റെ പേര്? ജൂലിയാണോ? ഓക്കെ, വെരി ഗുഡ്. എന്താണ് അഞ്ജിതയുടെ പെറ്റ് ഡോഗിന്റെ പേര്? ജൂലി എന്നാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ പെറ്റ് ഡോഗ്സ് ഉണ്ടോ? ആർക്കും ഇല്ലേ? ജോനാസിനൊക്കെ ഉണ്ട് അല്ലേ? പ്ലീസ് അൺമ്യൂട്ട് മോളെ. വാട്ട്സ് ദ നെയിം ഓഫ് യുവർ പെറ്റ് ഡോഗ്? എന്താണ്? രണ്ടെണ്ണം ഉണ്ടല്ലേ? രണ്ടിന്റെ പേരും മിസ്സിന് മനസ്സിലായില്ല. എന്തൊക്കെയാ പേരുകള്? നല്ല പേരാണല്ലോ, നല്ല വെറൈറ്റി പേരാണല്ലേ? ഓക്കെ. ദെൻ നമ്മുടെ ജുവാനയുടെ വീട്ടിലും എന്തുണ്ട്? പെറ്റ് ഡോഗ്സ് ഉണ്ട് അല്ലെ? 2 പെറ്റ് ഡോഗ്സ് ഉണ്ട്. ദെൻ അക്ഷരയുടെ അടുത്തുണ്ടോ മോളെ? നോക്കൂ, നമ്മുടെ കൂടെ ക്ലാസ് കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാവരും നോക്കി, അക്ഷരയുടെ പെറ്റ് ഡോഗ് ആണത്. Can you see that? കുക്കു എന്നാണ് പേര്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ അക്ഷരയുടെ അടുത്ത് എന്തുണ്ട്? പെറ്റ് ഡോഗ് ഉണ്ട് അല്ലേ? സോ അക്ഷര മോളെ അവിടെ നിന്ന് മ്യൂട്ട് ചെയ്തേ. അക്ഷരയുടെ ഓഡിയോ. അക്ഷര, okay, fine. So it is a talk about page. There is different children are play there. Some of boys and some of them are girls. So they play in a park and at home in the playground. Okay. വീട്ടിന്റെ അകത്തുനിന്നും പുറത്തുനിന്നും പ്ലേ ഗ്രൗണ്ടിൽ നിന്നും ഒക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുന്നുണ്ട് അല്ലേ? Okay. Then next is a fun activity for you. Take your pencil and do it. Take Tina to the ball. Here is a girl. Her name is Tina. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ട് അല്ലേ? നെക്സ്റ്റ് പേജില് ആ കുട്ടിയുടെ പേരെന്താണ്? ടീന അല്ലേ? She is Tina. And help her to reach here. Ball. ബോളിന്റെ അടുത്ത് എത്താൻ എന്ത് ചെയ്യണം നമ്മള്? ടീനനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? എല്ലാവരും ഒന്ന് ചെയ്തേ നോക്കട്ടെ, ആരാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നതെന്ന്.
അതായത് നമ്മൾ ഈ ലൈൻസിൽ കൂടെ വന്നിട്ട് എവിടെയും ബ്ലോക്ക് ആകാതെ എന്ത് ചെയ്യണം, നമ്മൾ നേരെ ബോളിന്റെ അടുത്ത് എത്തണം അല്ലേ? ഒന്ന് വരച്ചു നോക്കി എല്ലാവരും. എങ്ങനെയാ ഇവിടെയും വരയിൽ ലൈൻസിൽ ഒന്നും ടച്ച് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് വരയ്ക്കണേ, വേറെ എവിടെയും മുട്ടരുത് കേട്ടോ. എവിടെയും ബ്ലോക്ക് ആകാതെ നേരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബോളിന്റെ അടുത്ത് ടീനേനെ എത്തിക്കണം അല്ലേ? ആദ്യം വരച്ച് കഴിയുന്നവർ മിസ്സിനോട് പറയണേ. ഓക്കെ, കശ്യപൊക്കെ വരച്ചോ? വെരി ഗുഡ്. ഓക്കെ, ഡിയോൺ. ഓക്കെ, വെരി ഗുഡ് മോനെ ഡിയോൺ. അൻവി വരച്ചോ മോളെ? ഓക്കെ, എല്ലാവരും ഫിനിഷ് ചെയ്തോ? അനുശ്രീ, വാട്ട് ഹാപ്പൻഡ്? എന്താണ് മോളെ അനുശ്രീ? എന്താണ്? ഓക്കെ, റിദ ഫാത്തിമ ഫിനിഷ്. ഓക്കെ, ആർണവ്. ഓക്കെ, വെരി ഗുഡ് മോനെ. ഓക്കെ ഓക്കെ ഓക്കെ, ജുവൽ. ഓക്കെ, അമാൻ, ആൻഡ്രിയ, ആഷ്നി. മോൾക്ക് എങ്ങനെയുണ്ട് ആഷ്നി? വേദനയൊക്കെ പോയോ? കുറഞ്ഞു അല്ലേ? നിങ്ങളെല്ലാവരും നമ്മുടെ ആഷ്നീനെ കണ്ടോ? ആഷ്നിയുടെ താടിയിൽ എന്താ നോക്കിയേ? എന്തു പറ്റിയതാ പറഞ്ഞോ ആഷ്നി? ഒന്ന് പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. ഉന്തിയിട്ടതാണോ? ആണല്ലേ? ആഷ്നി വീണിട്ട് ആഷ്നിയുടെ താടിയിൽ ചെറുതായിട്ട് പരുക്കൊക്കെ പറ്റിയിട്ടുണ്ടേ. ഓക്കെ, ഫിനിഷ് ചെയ്തു അല്ലേ? ഓക്കെ, ദെൻ എല്ലാവരും ഫിനിഷ് ചെയ്തു എന്ന് മിസ് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറെ കുട്ടികൾ പ്ലേ ചെയ്യുന്നതിന്റെ എന്ത് ചെയ്യാം, ഒരു വീഡിയോ കാണാം അല്ലേ? കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? കളിക്കുന്നുണ്ട് അവിടുന്ന്. Can you see this? കാണാൻ പറ്റുന്നുണ്ടോ? Yes. English Sing Sing. Playground. What is the most fun thing to do on the playground? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്കുന്നുണ്ടല്ലോ? Okay. This is a playground. 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 I can slide down very fast. Slide. Slide. Let's swing as high as the sky. Swing. Swing. The seesaw moves up and down. Seesaw. Seesaw. Let's make a sand castle in the sandbox. Sandbox.
sandbox. I can see the whole playground from the top of the jungle gym. Jungle gym. Jungle gym. Let's hang on the rope ladder like spiders. Rope ladder. Rope ladder. Let's go across the monkey bars like monkeys. Monkey bars. Monkey bars. Let's go round on the merry-go-round. 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 The rocking horse moves back and forth. Rocking horse. Rocking horse. Let's play together at the playground tomorrow. Bye-bye. കണ്ടോ എന്തൊക്കെയാണെന്ന്? ഇതൊക്കെ എന്താണ്? ഔട്ട്ഡോർ ടോയ്സ് ആണ് അല്ലേ? ഔട്ട്ഡോർ എക്യുപ്മെന്റ്സ് ആണ്, പുറത്തുനിന്ന് കളിക്കുന്നത് അല്ലേ? എന്തൊക്കെ കണ്ടു ഇപ്പോ? അതിലിപ്പോ എന്തൊക്കെയാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? എന്തൊക്കെയാ ആ വീഡിയോയിൽ കണ്ടത് മോളെ ലാമിയ ഫാത്തിമ? എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട് ഇപ്പോ നമ്മൾ കണ്ടത്? അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, പറയും മോളെ, ആ വീഡിയോയിൽ നമ്മളിപ്പോ എന്തൊക്കെ കണ്ടു? മോനെ ലാമി ലാമിയ ലാമിയ അപ്പുറത്തോട്ട് ഓടിപ്പോയി. അവിടുന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ ഫൈൻ. ദെൻ താനൂസ്, ഓക്കെ അൺമ്യൂട്ട് ചെയ്തേ മോനെ. എന്തൊക്കെയാണ് കണ്ടത്? ഊഞ്ഞാറ് കണ്ടു. എന്തൊക്കെ ഉണ്ടായിരുന്നു അതില്? കുറേ ഔട്ട്ഡോർ എക്യുപ്മെന്റ്സ് നമ്മൾ കണ്ടു അല്ലേ? പുറത്ത് പോയിട്ട് കളിക്കുമ്പോ ഉണ്ടാവുന്ന കുറേ ഔട്ട്ഡോർ എക്യുപ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഒന്നുകൂടെ നോക്കാം അല്ലെ എന്തൊക്കെയാ ഉള്ളത് എന്ന്. ഇപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നന്നായി ശ്രദ്ധിച്ചിട്ട് എന്തൊക്കെയാ ഇതിൽ നിങ്ങൾ കണ്ടേന്ന് മിസ്സിന് പറഞ്ഞു തരണേ. English Sing Sing. Playground. It is a playground. Okay, some children play in a playground. So this is a playground. And then What is the most fun thing to do on the playground? This is a playground. Playground. ഇതാണ് എന്ത്? പ്ലേ ഗ്രൗണ്ട് അല്ലേ? നമ്മള് ഇങ്ങനെയുള്ള പാർക്കിലൊക്കെ പോവാറുണ്ട് അല്ലേ? അപ്പൊ അവിടെ എന്താണ്, ഇങ്ങനെ കുറെ ടോയ്സ് അവിടെ വെച്ചിട്ടുണ്ടാവും നമുക്ക് കളിക്കാൻ വേണ്ടി അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലേ ഗ്രൗണ്ട്സ്? കണ്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? ഇപ്പൊ എന്താണ്, കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ നമ്മൾ എവിടെയും പോകുന്നുണ്ടാവില്ല. എന്നാലും നമ്മള് പോവാറുണ്ടായിരുന്നു അല്ലേ പ്ലേ ഗ്രൗണ്ടില് വിത്ത് യുവർ ഫാമിലി ഇൻ ഹോളിഡേയ്സ്. ഓക്കെ, ദെൻ ലിസൺ. Playground. I can slide down very fast. Slide. This is slide. Okay. ഇതെന്താണ്? സ്ലൈഡ് ആണ് അല്ലേ? ഇപ്പൊ കണ്ടില്ലേ ഒരു കുട്ടി എന്ത് ചെയ്തു? നടന്നു വന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്തു? സ്ലൈഡ് ചെയ്തു അല്ലേ? സ്ലൈഡ് ചെയ്ത് താഴെ എത്തി. ഇറ്റ് ഈസ് ആൻ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്. സ്ലൈഡ്. എന്താ ഇതിന്റെ പേര്? ദിസ് ഇസ് സ്ലൈഡ്. ഓക്കെ, ഇത് സ്ലൈഡ് ആണ് അല്ലേ? ഇതിന്റെ പേരെന്താ? സ്ലൈഡ്. സോ ഇത് ഒരു ഔട്ട്ഡോർ എക്യുപ്മെന്റ് ആണ്. നമ്മുടെ സ്കൂളിലുണ്ട് ഇത്. നിങ്ങളെ സ്കൂളിൽ വന്നപ്പോ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്കൂളിൽ ഇങ്ങനെയുള്ള സ്ലൈഡ് ഉണ്ട്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. Slide. Let's swing as high as the sky.
The next one is swing. Swing ആണല്ലേ? Swing എന്താണ്? ഊഞ്ഞാൽ അല്ലേ? നമ്മള് മുകളിലേക്ക് എന്താണ് ആടി കളിക്കാറുണ്ട് ഊഞ്ഞാലില്. അപ്പൊ രണ്ടാമത് കാണിച്ചിട്ടുള്ള ഔട്ട്ഡോർ എക്യുപ്മെന്റ് എന്താണ്? സ്വിങ്, ഊഞ്ഞാൽ. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? ഊഞ്ഞാൽ ആടുന്നുണ്ട് അല്ലേ? നോക്കാം നമുക്ക്. Swing. Swing. The seesaw moves up. Next one is seesaw. Seesaw ആണല്ലേ? Seesaw എന്താണ്? നമുക്കിതില് ഒറ്റയ്ക്ക് കയറി കളിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കൂടെ വേണം അല്ലേ? ഇത് എന്ത് ചെയ്യും? മൂവ് അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും. രണ്ടുപേര് ഇരിക്കുകയാണെങ്കിൽ അല്ലേ? ഇതാ ഇതുപോലെ. And down. കണ്ടോ? Seesaw. Seesaw. Let's make a sand castle in the sandbox. Sand. It is sandbox. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോ ഇതില് എന്ത് ചെയ്യും? സാൻഡ് കൊണ്ട് പല ഷേപ്പുള്ള എന്താണ് ഷേപ്പില് ബിൽഡ് ചെയ്തെടുക്കും അല്ലേ? സാൻഡ് കൊണ്ട്. ഇട്ട് സാൻഡ് ബോക്സ്. ഓക്കെ. Sandbox. Sandbox. I can see the whole playground from the top of the jungle gym. It is jungle gym. Another outdoor play equipment. Jungle gym. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മുകളിൽ കയറിയിട്ട് the entire playground കാണാൻ വേണ്ടി പറ്റും അല്ലേ? നല്ല ഹയസ്റ്റ് ആയിട്ടുള്ള ജംഗിൾ ജിമ്മിന്റെ മുകളിൽ കയറി നിന്നാല് നമുക്ക് നമ്മുടെ ചുറ്റുള്ളതെല്ലാം നല്ല വൃത്തിയിൽ കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഇതാണ് ജംഗിൾ ജിം. ഈ എക്യുപ്മെന്റിന്റെ പേരാണ് ജംഗിൾ ജിം. ഓക്കെ. Jungle gym. Jungle gym. Let's hang on the rope ladder like spiders. Rope ladder. Rope ladder. This is a rope ladder. റോപ്പ് ലാഡർ ആണല്ലേ? അതും ഇവിടെ ഉണ്ട്, നമ്മുടെ സ്കൂളിൽ ഉണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ വന്നപ്പോ? എന്താണ് ഈ റോപ്പിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി നമ്മൾ എന്ത് ചെയ്യും? മുകളിലേക്ക് കയറും അല്ലേ? റോപ്പ് ലാഡർ ആണിത്. സോ ഈ റോപ്പിന്റെ ഇടയിൽ കാല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നടന്ന് മുകളിലേക്ക് കയറി പോവും അല്ലേ? സോ ദിസ് ഇസ് റോപ്പ് ലാഡർ. ഓക്കെ. Let's go across the monkey bars like monkeys. Monkey bars. Monkey bars. Let's go round on. ഇപ്പൊ കണ്ടത് എന്താണ്? അതാണ് മങ്കി ബാർസ് അല്ലേ? മങ്കീനെ പോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്? അതില് പിടിച്ചിട്ട് കയറി പോവാൻ വേണ്ടി പറ്റും അല്ലേ? ഇപ്പൊ ഒരു കുട്ടി പോകുന്നത് കണ്ടില്ലേ? സോ നെക്സ്റ്റ് On the merry-go-round. Merry-go-round. ദിസ് ഇസ് മെറി ഗോ റൗണ്ട് അല്ലേ? ഇതും എന്താണ്? നമ്മൾ പാർക്കിലൊക്കെ പോയാല് കാണാറുണ്ട് അല്ലേ? മെറി ഗോ റൗണ്ട്. ദെൻ Merry-go-round. The rocking horse moves back and ഇറ്റ് ഇസ് എ റോക്കിംഗ് ഹോഴ്സ് അല്ലേ? റോക്കിംഗ് ടോയ്സ് ആണ് ഇത്. rocking horse. കുതിരയാണ് അല്ലേ? ഹോഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കുതിര ആടുന്നുണ്ട് അല്ലേ? ഇത് റോക്കിംഗ് ടോയ്സ് ആണ്. സോ ഇതിന് റോക്കിംഗ് ഹോഴ്സ് എന്ന് പറയും അല്ലേ? ആടുന്ന കുതിര അല്ലേ? Rocking horse. Okay, fine. There is a lots of outdoor equipments like a swing, seesaw, then slide, rocking toys, jungle gym, monkey bars. Lots of outdoor play equipments is there. So in your textbook, different kinds of play and different types of indoor play and outdoor play is given. So it is a talk about page. Some of the children are play together in the playground, at home and in the park. Okay. Then
Then next class onwards, we will going to study about different kinds of fruits, vegetables, flowers, etc. Okay. ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത് എന്താണ്? ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ പേരുകളൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ നോക്കാനുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കിയിട്ട് ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ഉള്ളത്, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നിങ്ങൾക്ക് അറിയുന്നത് എന്നൊക്കെ നോക്കി അതിന്റെ ഒക്കെ പേരൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. അപ്പൊ മിസ് ഇപ്പോ വൈൻഡപ്പ് ചെയ്യാണ്, നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ്. Tata, see you in the next class.